ഹലോ മച്ചാമാരെ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊരു സി ഡി ആണുള്ളത്. അപ്പോൾ ഈ സി ഡി വെച്ചുകൊണ്ട് ഒരു കിഡിലെ ഹോളോഗ്രാം പ്രൊജക്ടർ ഉണ്ടാക്കിയാലോ? അപ്പോൾ എല്ലാവർക്കും നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. സോ മച്ചാമാരെ, നോക്കി നമ്മുടെ കയ്യിൽ നമ്മൾ സി ഡി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സി ഡിയിലുള്ള ഈ ഒരു ഫിലിം പോലത്തെ സാധനമില്ലേ, അപ്പോൾ നമ്മൾ ഇതൊരു ഷാർപ്പായുള്ള ഒരു ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സൂചി വെച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചുരണ്ടി ഇതൊരു ട്രാൻസ്പാരൻറ്റ് കളർ സി ഡി ആക്കണം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യണം ഫസ്റ്റ് മെത്തേഡ്. മച്ചാമാരെ, നമ്മുടെ സി ഡിയിലത്തെ ആ ഒരു ഫിലിം പോലത്തെ ഒരു ലെയർ നമ്മൾ നമ്മുടെ ബ്ലേഡ് ഉപയോഗിച്ച് പതുക്കെ ക്ഷമയോട് കൂടി ചെയ്യുക. വളരെ കോൺസെൻട്രേഷനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഒരിക്കലും ഇതിന് വേണ്ടിയിട്ട് വേറൊരു എന്താ പറയുക IPO ടിന്നറൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. വളരെ ക്ഷമയെടുത്ത് വളരെ പതുക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സി ഡി ട്രാൻസ്പാരൻ്റ് ആവും. ആ ട്രാൻസ്പാരൻറ്റ് സി ഡി ആവണ വരെ നമ്മളിത് ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ മച്ചാന്മാർ, നമ്മുടെ സി ഡിയുടെ ഫിലിമൊക്കെ കളഞ്ഞ് നമ്മുടെ സി ഡി ഇപ്പോൾ ഒരു ട്രാൻസ്പാരൻറ്റ് സി ഡി ആക്കിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഫിലിമൊക്കെ കളഞ്ഞ് നമ്മളിപ്പോൾ നമ്മുടെ സി ഡി ഇപ്പോൾ ഒരു ഗ്ലാസ് ടൈപ്പ് പോലെ ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്യണം. അതായത് കറക്റ്റായി കട്ട് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ സി ഡി മാർക്കറിൽ ഒന്ന് വരച്ച് കട്ട് ചെയ്യുക. നമ്മളിപ്പോൾ മുൻകൂട്ടി ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ സി ഡി മാർക്കർ യൂസ് ചെയ്യാണ്ട് ഡയറക്റ്റ്ലി കട്ട് ചെയ്യണം. അപ്പോൾ ഡയറക്റ്റ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു വലിയ കത്രിക എന്തായാലും നമുക്ക് വേണം. അപ്പോൾ കറക്റ്റായിട്ട് ഒരു 4 പീസാക്കിയിട്ട് ഇത് കട്ട് ചെയ്ത ശേഷം നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിൽ നമുക്ക് എന്തായാലും വേണ്ട ഒരു കാര്യമാണ്, ഒരു സ്കെയിൽ എന്തായാലും വേണം. അതുപോലെ തന്നെ നമുക്കൊരു സി ഡി മാർക്കർ എന്തായാലും നിർബന്ധമായിട്ട് വേണം. മച്ചാന്മാർ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 4 പീസായ നമ്മുടെ സി ഡി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊരു സി ഡി മാർക്കർ ഉണ്ട്, ഒരു സ്കെയിലുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഈ മിനി പ്രൊജക്ടർ, അതായത് മിനി ഹാലോഗ്രാം പ്രൊജക്ടറിന് നമ്മൾ ഇനിയിപ്പോൾ ഷേപ്പ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനൊരു അളവ് കറക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ ഇതൊരു മിനി പ്രൊജക്ടർ ആയതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ചെറിയ തോതിൽ മാത്രം, അതായത് ചെറിയ അളവിൽ അനുസരിച്ച് കറക്റ്റ് ഒരു പ്രോപ്പറായിട്ട് ഒരു അളവാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ ഇതിൻ്റെ കാര്യം ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ ഓൾറെഡി വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതേ ഒരു അളവിൽ ചെയ്യാൻ നോക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരളവിൽ എടുത്തില്ലെങ്കിൽ നമ്മുടെ ഹാലോഗ്രാം പ്രൊജക്ടർ, അതായത് കട്ട് ചെയ്യുമ്പോഴായാലും നമ്മൾ കറക്റ്റായിട്ട് ഇനി കട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ മിനി പ്രൊജക്ടറിൻ്റെ, അതായത് നമ്മുടെ ഹാലോഗ്രാം പ്രൊജക്ടറിൻ്റെ ഷേപ്പ് ചിലപ്പോൾ എന്താ പറയുക കറക്റ്റായിട്ട് ഇരിക്കാൻ ചാൻസ് ഇല്ല. അതായത് ടോപ്പിൽ നമ്മൾ 6 സെൻറ്റിമീറ്ററാണ് അളവ് എടുത്തുള്ളത്. അത് 6 സെൻറ്റിമീറ്റർ നമ്മൾ ഡിവൈഡ് ചെയ്ത് 3 സെൻറ്റിമീറ്റർ നമ്മൾ ഡിവൈഡ് ചെയ്ത് സെൻട്രിൽ കൂടെ ഒരു ലൈൻ 3.5 സെൻറ്റിമീറ്ററിലേക്ക് നമ്മൾ സെൻട്രിൽ കൂടെ ഒരു ലൈൻ ഇട്ടുണ്ട്. അടിഭാഗത്ത് ലൈൻ നമ്മൾ 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട്. ഇതാണ് നമ്മുടെ പ്രൊജക്ടറിൻ്റെ അളവ്. അപ്പോൾ ഇതേ ഒരു അളവിൽ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഇപ്പോൾ കറക്റ്റായി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്യുന്ന വീഡിയോ സക്സസ് ആവാനും ചാൻസ് ഇല്ല. ഓക്കെ, അപ്പം നിങ്ങളത് ഇനി തൊട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ കറക്റ്റ് അളവ് എടുത്ത ശേഷം കറക്റ്റ് അളവിൽ തന്നെ നമ്മളത് കട്ട് ചെയ്യാൻ നോക്കണം. അപ്പോൾ കറക്റ്റ് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് വീണ്ടും ഒന്നെങ്കിൽ ഒരു വലിയ കത്രിക എടുക്കാം, അല്ലെങ്കിൽ തന്നെ നമുക്കൊരു വലിയൊരു ബ്ലേഡ് എടുത്തിട്ട് കട്ട് ചെയ്യാം. പക്ഷേ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അളവിൽ തന്നെ കട്ട് ചെയ്യണം. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിഫറെൻ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. 4 പീസ്, അതായത് ഹോളോഗ്രാം പ്രൊജക്ടറിൻ്റെ 4 പീസ് സെറ്റായിട്ടുണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മെത്തേഡ് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ടറിൻ്റെ ഷേപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. ഇതിന് ശേഷം നമ്മൾ ഈ 4 പീസസ് ചേർത്ത് വെച്ചിട്ട് നമ്മളൊരു ട്രാൻസ്പാരൻറ്റ് സെല്ലോ ടോപ്പ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കി നമ്മുടെ പ്രൊജക്ടർ റെഡി ആയിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമ്മുടെ പ്രൊജക്ടർ കിട്ടും. അപ്പോൾ മച്ചന്മാരെ നോക്കി നമ്മുടെ CD നമ്മുടെ ഹോളോഗ്രാം പ്രൊജക്ടർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോളോഗ്രാം പ്രൊജക്ടർ. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണത് നമുക്ക് നോക്കാം. മച്ചന്മാരെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇരുട്ടുള്ള റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി തന്നെ നമ്മുടെ മൊബൈലിൽ ഹോളോഗ്രാം വീഡിയോ നമ്മൾ പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ഈ 4 കിളികളുടെ ഇടയിൽ കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ ഈ പ്രൊജക്ടർ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഇവിടെ ഒരു ലൈനൊക്കെ ഫസ്റ്റിൽ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഒരു 4 ക്രോസിങ് ലൈനൊക്കെ ഉണ്ടാവും. ക്രോസിങ് ലൈന് കറക്റ്റായിട്ട് സെൻട്രലാക്കി നമ്മുടെ ഹോളോഗ്രാം പ്രൊജക്ടർ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നൈസായിട്ട് ഒന്ന് പ്ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. വീഡിയോയിൽ കാണാൻ ഏറ്റവും കൂടുതൽ നേരിട്ട് കാണുന്നതായിരിക്കും ഏറ്റവും അടിപൊളിയായിരിക്കുക. അപ്പോൾ അത് നോക്കി തന്നെ കാണാൻ പറ്റും. മച്ചാമാരെ ഇത് നോക്കിയേ നമ്മുടെ ഹോളോഗ്രാം പ്രൊജക്ടർ വർക്ക് ആയിട്ടുണ്ട്. മച്ചന്മാരെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പട്ടപ്പെട്ട പുതിയ നോട്ടിഫിക്കേഷനുള്ളൂ. പുതിയ നല്ല കിടിലം വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും നമുക്ക് ബൈ.